മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്ന്. ഉള്ളടക്കം സിനിമയില് ജഗതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ശരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു ഓടും കുതിര ചാടും കുതിര കണ്ടു കഴിഞ്ഞതിന് ശേഷം. കാരണം ഒരു തരത്തിലും ഇമ്പ്രസ് ചെയ്യാത്ത സ്റ്റോറിയും ഡയറക്ഷനും പെർഫോമൻസുകളും തന്നെ ഒന്നും തന്നെ മെമ്മറബിൾ ആയിട്ടില്ലാത്ത ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അൽത്താഫ് സലീമിന്റെ പ്രീവിയസ് മൂവി ആയിട്ടുള്ള ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേള ഇപ്പോഴും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. എൻ്റെ അതിലത്തെ അവർ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി ആയാലും എല്ലാവരുടെയും പെർഫോമൻസ് ആയാലും ശരി, ഓൺ ദ സ്പോട്ട് കൗണ്ടറുകളാണ്. നല്ലൊരു ഫീലാണ് ആ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. എത്ര തവണ വേണമെങ്കിലും കാണാവുന്ന ഒരു പടമായിരുന്നു. എൻ്റെ അതായിരുന്നു ഈ ഒരു സിനിമ കാത്തിരിക്കുന്നതിനുള്ള പ്രതീക്ഷ. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമയ്ക്ക് ശേഷം ഈ ഒരു പടം ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഈ പടം കാത്തിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ റീസൺ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കി കളയുന്ന അവസ്ഥയായിരുന്നു. ആൻഡ് ഇതിൽ ആരും തന്നെ ഇപ്പൊ ഈവൻ ഫഹദിന്റെ ഒരു ക്യാരക്ടറിന് പോലും തന്നെ അദ്ദേഹത്തിന്റെ റീസെന്റ് പെർഫോമൻസ് വെച്ച് വൺ ഓഫ് ദ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ളതും പത്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഈ സിനിമയിൽ തോന്നുന്നത്. കാരണം ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ച് കണ്ടാൽ പോലും ഒരു തരത്തിലും നമ്മളെ ഒരു എന്താ പറയുക എന്റർടൈൻ ചെയ്യാത്തതും അല്ലെങ്കിൽ വളരെയധികം ഒരു ഓവറായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇത് കുറെയൊക്കെ ഓവർ ആവുന്നില്ലേ എന്നുള്ളത്. ശരിക്കും നമ്മൾ തന്നെ പറയുന്ന ഒരു ആത്മകഥം ആ ഒരു ക്യാരക്ടറിലൂടെ പറയാൻ ശ്രമിച്ചതാണെന്ന് തോന്നിപ്പോയി. ഒരു തരത്തിലും ഒരു ക്യാരക്ടേഴ്സ് പോലെ ഈവൻ ലാലായിരുന്നു പിന്നെയും ചില ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല പോലെ ചില കൗണ്ടറുകളൊക്കെ ചെയ്തിരുന്നത്. അതർവൈസ് ഒരു തരത്തിലും നമുക്ക് എന്താണ് ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു 2-3 സിനിമയ്ക്കുള്ള കഥ ഈ പടത്തിലുണ്ട്. എൻ്റെ പടം ഫസ്റ്റ് ഹാഫ് ഒരു പോയിന്റ് എത്തി ആൻഡ് പിന്നീടുള്ള ക്യാരക്ടേഴ്സ് കുറെ കഴിഞ്ഞ് വരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ച് ഈ സിനിമ അവസാനിപ്പിക്കുന്ന നമ്മളെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.